അങ്ങനെ നീണ്ട 33 വർഷത്തിന് ശേഷം ഇന്ന് മമ്മിയുടെ ഫെയർവെൽ ഫംഗ്ഷനാണ്. ഈ ബാൻഡ് സെറ്റിന് പിന്നാലെ നടന്നു നീങ്ങുമ്പോഴും മമ്മിയുടെ മനസ്സിൽ ഒരു ചെറിയ വിങ്ങലുള്ള പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഇത്രയും കാലം ജിൽജിലായിട്ട് നടന്നിട്ട് വെറുതെ ഇരിക്കേണ്ടി വരൂ എന്നൊരു ടെൻഷനായിരിക്കാം. പ്രെയർ ഡാൻസ് ഒക്കെ നല്ല മനോഹരമായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു ആനുവൽ ഡേ ഫംഗ്ഷൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് മമ്മി കാണുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ പ്രെയർ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും പരിപാടി കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗങ്ങളോ നന്ദി പ്രകാശനങ്ങളോ ആങ്കറിങ്ങോ ചെയ്യാനായിരിക്കും മമ്മി നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ഡാൻസ് സൂപ്പറായിരുന്നു. എക്സ്പ്രഷൻസ് ഒക്കെ ഒരു രക്ഷയില്ല. മമ്മിക്ക് ആശംസ അർപ്പിക്കാം കേട്ടോ ടീച്ചർ. ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും വളരെ ശരിയാണ്. ഓടിത്തളരുമ്പോൾ ഞങ്ങൾക്ക് മുന്നിലുള്ള കാഴ്ച ഞങ്ങളെക്കാൾ വേഗത്തിൽ അതിവേഗത്തിൽ കരുത്തോടെ ഓടുന്ന ശ്രീമതി സിംല ടീച്ചർ. ഭൗതിക ശാസ്ത്രത്തിന്റെ കടുപ്പമേറിയ സമവാക്യങ്ങളെ തന്റെ സ്വതസിദ്ധമായ വ്യക്തിത്വത്തിന്റെ മാസ്മരികത കൊണ്ട് ലളിതമാക്കിയ പ്രതിഭ ശ്രീമതി സിംല ടീച്ചർ. ഫിസിക്സ് എന്നൊരു വിഷയം പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ വേണം എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഫിസിക്സ് അധ്യാപകർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭീകര സ്വപ്നങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാറുമുണ്ട്. പക്ഷെ ഇന്നേ വരെ എൻ്റെ മമ്മി ഒരു കുട്ടീനെ വടിയെടുത്ത് പോലും അടിച്ചിട്ടില്ല. പിള്ളേരുടെ ചങ്കായിട്ടാണ് മമ്മി നടക്കാറ്. ഇത് ടീച്ചേഴ്സ് കൊടുത്ത ഒരു സർപ്രൈസ് ഡാൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരിക്കും ടീച്ചേഴ്സ് ആനുവൽ ഡേക്ക് സ്റ്റേജിൽ കയറി ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് ആദരിക്കുന്ന ചടങ്ങൊക്കെ. 56 വയസ്സാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല മമ്മീനെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോഴും ഒരു 26ന്റെ ചുറുചുറുക്കാണ് ആ ശബ്ദത്തിലും മുഖത്തിലും. വിജയം കരസ്ഥമാക്കുവാൻ ഏറ്റവും വലിയൊരു ശക്തി എന്നത് ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് തന്നെയാണ്. എന്റെ ഈ അധ്യാപനം എന്ന ജേണി എനിക്ക് ഇത്രയും ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിച്ചതിന്റെ പിന്നിലുള്ള വലിയൊരു ശക്തി എന്ന് പറയുന്നത് എന്റെ ജീവിത പങ്കാളിയായ ജോഷിയേട്ടനും അതുപോലെ എന്റെ മകളായ ഡോക്ടർ നേഹ ജോഷിയും സച്ചിൻ ജോസും ഡോക്ടർ ജോഷിയുമാണ്. എന്റെ നന്ദിയുടെ നറുമലരുകൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Retirement is never a full stop, but a pause before new beginnings. മമ്മിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ.